നമ്മളൊരു ദിവസം നല്ല പോസിറ്റീവായിട്ട് തുടങ്ങുകയാണെങ്കിൽ ആ ദിവസം മുഴുവനും ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. രാവിലെ എണീറ്റ് ഉടനെ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിച്ചാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത്. ഇതിൽ ഷുഗറോ ഹണിയോ ലെമണോ ഒന്നും ചേർക്കാതെ ഇങ്ങനെ വെറും വയറ്റി കുടിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഇത് ഇഷ്ടമില്ലാതെ തുടങ്ങിയൊരു ശീലമായിരുന്നു. ഇപ്പോൾ ഒരു വർഷത്തോളമായി. ഇപ്പോൾ ഇത് എനിക്ക് ഇല്ലാതെ പറ്റില്ല. ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. നമുക്ക് ഒട്ടും ഇഷ്ടമില്ലെങ്കിലും നമ്മളതിനെ കൂടെ കൂട്ടും. പിന്നീട് നമുക്കത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാതെയാവും. ഇത് കഴിഞ്ഞിട്ടൊരു വാക്കിങ്ങിന് പോവും. എൻ്റെ ഒരു ദിവസത്തിൽ എനിക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സമയമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു വാക്കിങ്ങിന് പോകുന്ന ഒരു മണിക്കൂറാണ്. എനിക്ക് വേണ്ടി മാത്രമുള്ള ഒരു മണിക്കൂർ. ചില ദിവസങ്ങളിൽ നേരത്തെ പോകും, 6:30 ആകുമ്പോൾ പോവും. ഇപ്പോൾ 6:30 നല്ല ഇരുട്ടാണ്. ഇവിടെ വെളിച്ചം വരാൻ ഇപ്പോൾ 7 മണിയൊക്കെ കഴിയുന്നുണ്ട്. നല്ല തണുപ്പാണ്. ജനുവരി പകുതിയൊക്കെ ആയിട്ടും തണുപ്പൊട്ടും കുറഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ ലേറ്റായിട്ടാണ് പോകുന്നത്. 8 മണി കഴിഞ്ഞ് മോനെ സ്കൂളിലൊക്കെ വിട്ടിട്ടാണ് പോകുന്നത്. വെയിലുണ്ടെന്നുണ്ടെങ്കിലും ഒട്ടും ചൂടില്ല, നല്ല തണുപ്പാണ്. ഇവിടെ അടുത്ത് തന്നെ വാക്കിംഗ് പാർക്കൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് അതിലേറെ ഇഷ്ടം ഇതുപോലെയുള്ള ഏരിയയിലൂടെ നടക്കാനാണ്. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഇതുപോലൊരു ഫാമിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ വന്നാൽ എനിക്ക് ഭയങ്കര ഒരു റിലാക്സാണ്. എൻ്റെ മൈൻഡ് ഒട്ടും റിലാക്സ് അല്ലാത്ത സമയത്ത് ഞാൻ ഇങ്ങോട്ടാണ് നടക്കാൻ വരാറുള്ളത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റാണ്, യൂക്കാലിപ്സിൻ്റെ ഒരു ഫോറസ്റ്റാണ്. ഇവിടെ വെജിറ്റബിൾ കൃഷി മാത്രമല്ല, ഈ പശു, കോഴി, ആട് ഇതിൻ്റെയൊക്കെ ഫാമിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ്. അത് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടില്ല. പക്ഷേ എനിക്ക് എൻ്റെ കുട്ടിക്കാല ഓർമ്മകളാണ് ഇവിടെയൊക്കെ വരുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ എല്ലാ വീടുകളിലും കോഴി, ആട് ഇതൊന്നും ഇല്ലാത്ത വീടുകളന്ന് കുറവായിരുന്നു. അപ്പോൾ എനിക്കിവിടെ വരുമ്പോൾ ആ ഒരു ഓർമ്മയാണ് വരുന്നത്. പിന്നെ ഈ ഒരു വേൽച്ചെടിയുടെ മണം, അത് ജസ്റ്റ് ഇതിൽ കൂടെ നടന്നു പോകുമ്പോൾ തന്നെ അതിൽ നല്ലൊരു സ്മെല്ല് വരും. ആ ഒരു മണം, പിന്നെ അതിൻ്റെ കായൊക്കെ കുട്ടികളായിരുന്ന സമയത്ത് പറിച്ച് കഴിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഓർമ്മ വരും. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് കാണാൻ ഫോറസ്റ്റ് ഉള്ള യൂക്കാലിപ്സ് ഫോറസ്റ്റാണ്. അങ്ങോട്ട് ഞാൻ ഇന്ന് പോകുന്നില്ല. അതിലൊക്കെ നടക്കാറുണ്ട്. മിക്ക ആളുകളുടെയും നല്ല ഓർമ്മകൾ എന്ന് പറയുന്നത് അവരുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളായിരിക്കും. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരുന്നു തൊടിയിലൂടെയും കാട്ടിലൂടെയൊക്കെ നടക്കാനും ചെടികളോടും പൂക്കളോടൊക്കെ സംസാരിക്കുക, ഒരുപാട് ചെടികളൊക്കെ നട്ടുണ്ടാക്കുക, അതൊക്കെയായിരുന്നു. ഇന്നും എനിക്കതൊക്കെ ഇഷ്ടമാണെങ്കിലും അതിനുള്ള സമയമോ സാഹചര്യങ്ങളൊന്നും എപ്പോഴും ഒത്തുവരാറില്ല. ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഒരുമിച്ച് വരാൻ തുടങ്ങും. അപ്പോൾ ചില സമയത്തൊക്കെ നമ്മളെ മനസ്സൊട്ടും റിലാക്സ് അല്ല എന്ന് തോന്നുമ്പോൾ നമ്മൾ തന്നെ നമ്മളേക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക. നമ്മളോട് സംസാരിക്കുക, നമുക്ക് വേണ്ടി കുറച്ച് സമയമൊക്കെ കണ്ടെത്തുക. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കും.